ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും എനിക്ക് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരുക്കമാണ് നോമ്പ്. രുചി വെടിഞ്ഞ് സമൂഹത്തിന് രുചി പകരുവാൻ നോമ്പ് നമ്മെ ഒരുക്കുന്നു. നോമ്പിന്റെ 40-ാം ദിവസത്തെങ്കിൽ അല്പനേരത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. മുടിയനായ പുത്രന്റെ ഉപമ. ഈ ഭാഗത്ത് നിന്നും ചിന്തിക്കുവാൻ സഭയാ നിശ്ചയിച്ചിരിക്കുന്ന വിഷയം എന്നത് പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്നതാണ്. നമുക്കറിയാം, ക്രിസ്തു പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപമയാണിത്. 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഉപമ ആരംഭിക്കുന്നത്. രക്ഷ അനുഭവമാകുന്ന ഒരു പാപിയുടെ ചിത്രമല്ല ഈ ഉപമയിൽ കാണുന്നത്, മറിച്ച് സുബോധം വന്ന ഒരു വ്യക്തിയെയാണ്. 3 പ്രധാനപ്പെട്ട ഉപമകളാണ് ഈ ഭാഗത്തിൽ പരാമർശിക്കുന്നത്. 100 ആടുകളുടെ ഉപമ, കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമ, അതുപോലെ തന്നെ മുടിയനായ പുത്രന്റെ ഉപമ. 3 ഉപമകളിലും പറയുന്നത് നഷ്ടപ്പെടലിന്റെ അനുഭവത്തെയാണ്, അല്ലെങ്കിൽ കാണാതെ പോയതിന്റെ ഒരു അനുഭവത്തെയാണ്. ഈ കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ തിരികെ കണ്ടെത്തുന്ന വേദഭാഗം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പിതാവുമായി ഭവനത്തിലായിരുന്നപ്പോഴും പിതാവിൽ നിന്ന് തന്റെ സമ്പാദ്യം മാത്രം വാങ്ങി ദൂരദേശത്തേക്ക് പോയി തിരികെ വരുമ്പോഴും ഈ പുത്രൻ പിതാവിന് മകൻ തന്നെയാണ്. ആ പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തില് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു പാപിയുടെ രക്ഷ മാത്രമല്ല, പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് കൂടിയാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പാപം മനുഷ്യന്റെ ജീവിതത്തെ എത്രയധികം ഭയാനകമാക്കി മാറ്റുന്നുണ്ട്. തന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവന് ലഭിച്ചിരുന്ന സംരക്ഷണവും കരുതലും ഉപേക്ഷിച്ച് സുഖലോലുപതയ്ക്ക് പിന്നാലെയാണ് ഈ മകൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും വേളയിൽ ആ പൈതൽ തിരിച്ചറിയുകയാണ് താൻ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. സുബോധമുള്ളവനായി മാറുകയാണ്. ദൈവത്തിൽ നിന്നും അകലെ ആയിരിക്കുന്നവർ സുബോധമില്ലാതെ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നാം സുബോധമുള്ളവരായി തീരുന്നു. 18 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ പ്രതീക്ഷയോടെ മകന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ മകന്റെ മടങ്ങിവരവിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ മകനെ നോർത്ത് അവനെ മാറോട് ചേർക്കുന്ന പിതാവ് ആ മകന്റെ മടങ്ങിവരവിനെ ആഘോഷമാക്കി മാറ്റുകയാണ്. ഇത് സ്നേഹത്തിന്റെ ആഘോഷമാണ്. ഇവിടെ മകനിൽ കൂടി പിതാവിൽ കൂടി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട്. ജീവിതത്തിന്റെ തീരാ ദുഃഖങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ തെറ്റിലേക്ക് പോകാവുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. തെറ്റിന്റെ വഴിയെ സഞ്ചരിച്ചു പോയിരിക്കാം. എന്നാൽ നമ്മെ മകനെ മകളെ മടങ്ങി വരുമെന്ന പിതാവിന്റെ ഉൾവിളി നമ്മെ തേടിയെത്തും. ആ വിളി കേൾക്കുവാനും ശ്രവിക്കുവാനും നമുക്കും സാധിക്കണം. കാത്തിരിപ്പിന്റെ അനുഭവം ഇവിടെ നാം കാണുന്നുണ്ട്. പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്നും ആ പിതാവിന്റെ സ്നേഹത്തിന്റെ വലയം ഭേദിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ പിതാവിന് അറിയാമായിരിക്കാം, ഈ ലോകത്തിൽ അസൂയയും കഷ്ടതയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഒരു പാകതയും തന്റെ മകന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ തന്റെ മകന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പിതാവ്. പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഇവിടെ ഈ ഭാഗത്ത് നിന്നും വ്യക്തമാകുന്നു. അടുത്തതായി ഒരു ഏറ്റുപറച്ചിലെ അനുഭവം ഇവിടെ കാണുവാൻ കഴിയുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച പിതാവിനെ, തന്നെ ജീവന് തുല്യം സ്നേഹിച്ച പിതാവിനെ വേദനിപ്പിച്ച് ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഈ മകൻ സ്വയമേ പറയുകയാണ് താൻ പാപിയാണെന്ന്. പിതാവിനോട് പാപം ചെയ്തപ്പോൾ അത് സ്വർഗത്തിൽ വസിക്കുന്ന രക്ഷകനോടും കൂടിയാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. സുബോധമില്ലാത്തവനായി യാത്ര ചെയ്ത് സുബോധമുള്ളവനായി തന്റെ മകൻ മടങ്ങി വരുന്നത് കൊണ്ട് ആ മടങ്ങി വരവിനെ ഈ പിതാവ് ആഘോഷമാക്കി മാറ്റുന്നു. തന്റെ മകന്റെ മടങ്ങി വരവ് ഒരു പുനർജനനമായാണ് പിതാവ് കാണുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നാം ഓരോരുത്തരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഉപേക്ഷിക്കാതെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്.
നമ്മുടെ പാപം നാം ഏറ്റുപറഞ്ഞ് സുബോധമുള്ളവരായി തീരുമ്പോൾ ശുദ്ധീകരണത്തിന്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. നമ്മുടെ പാപം നാം തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ ആയിരിക്കുമ്പോഴാണ് നാം ഓരോരുത്തരും ശുദ്ധിയുള്ളവരായി തീരുന്നത്. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധമുണ്ട്? നമ്മുടെ തെറ്റുകളും കുറവുകളും ഏറ്റുപറഞ്ഞ് അനുതാപ ഹൃദയമുള്ളവരായി തീരുവാൻ നമുക്കും സാധിക്കണം. വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുറവുകളെയും നിലവുകളെയും അറിയുന്ന ഒരു രക്ഷിതാവ് നമ്മോടൊപ്പം ഉണ്ടായെന്ന് തിരിച്ചറിയുമ്പോഴാണ് നോമ്പനുഭവം ഉയർപ്പിന്റെ അനുഭവമായി മാറുന്നത്. പീഡാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കും ഒന്നു ചേർന്ന് ഏറ്റുപറച്ചിലെ അനുഭവമുള്ളവരായി, ഒരു കാത്തിരിപ്പിന്റെ അനുഭവമുള്ളവരായി തീരുവാൻ സാധിക്കണം. ഈ വചനങ്ങൾ അതിനെ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന്